പത്തനംതിട്ട കുമ്പഴ എന്ന ഗ്രാമത്തിലെത്തിയാൽ ഇപ്പോഴും ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. 3 വർഷം മുൻപ് കുമ്പഴയെ നടുക്കിയ സംഭവമായിരുന്നു 5 വയസ്സുകാരിയുടെ കൊലപാതകം. 2021 ഏപ്രിൽ 5-നാണ് പെൺകുട്ടിയെ രണ്ടാനച്ഛൻ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. ആ ക്രൂരതയ്ക്ക് കോടതി വിധിച്ചത് തൂക്കുകയറാണ്. കുമ്പഴയിൽ താമസിച്ചിരുന്ന തമിഴ് ബാലികയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അലക്സ് പാണ്ഡ്യന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വധശിക്ഷ വിധിച്ചത്. വകുപ്പ് അനുസരിച്ചാണ് പ്രതി തമിഴ്നാട് സ്വദേശിയും രണ്ടാനച്ഛനുമായ അലക്സ് പാണ്ഡ്യന് കോടതി വധശിക്ഷ വിധിച്ചത്. പോക്സോ ആക്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടുമാണ് പ്രതിക്കെതിരെ കോടതി ചുമത്തിയത്. സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു 5 വയസ്സ് പോലും ജീവിക്കാൻ ഈ ഭൂമി കഴിയാതെ പോയി വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ ആത്മാവിന് ഒരു ശാന്തി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ആ കുട്ടിയുടെ ഒരു നീതി ഇപ്പോൾ ലഭിച്ചുവെന്ന് ഞാൻ കരുതുകയാണ്. വിധിയിൽ സന്തോഷമുണ്ടെന്നും അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും നന്ദിയെന്നും കുട്ടിയുടെ അമ്മ. സന്തോഷമാണ്. പോലീസുകാരങ്ങൾ കുറെ സപ്പോർട്ട് ചെയ്ത്, വക്കീൽ സാർ ഞങ്ങൾ കുറെ സപ്പോർട്ട് ചെയ്ത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം, എന്റെ ഫാമിലിക്ക് എല്ലാവർക്കും സന്തോഷമാണ്. വിധിയിൽ അഭിമാനമുണ്ടെന്ന അന്വേഷണ സംഘവും പ്രതികരിച്ചു. സന്തോഷം തോന്നുന്നു. കാര്യം 5 വയസ്സായ ഒരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു പ്രതിക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം പണിഷ്മെന്റ് വാങ്ങി കൊടുക്കാൻ പറ്റി എന്നുള്ളത് സന്തോഷമുള്ളതാണ്. അന്വേഷണത്തില് ഈ പ്രതി രക്ഷപ്പെട്ട കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. പിന്നെ കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന സമയം പ്രതി അക്രമസക്തനാവുകയും തലയിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ പോയി അന്വേഷണം നടത്തി പ്രതിയുടെ കൂടുതൽ ആന്റിസിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ അന്വേഷണത്തൊടുവിലാണ് ഏപ്രിൽ 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ അമ്മ ഇല്ലാതിരുന്ന സമയത്ത് കുട്ടിയെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 66 മുറിവുകളാണ് കുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 പത്തനംതിട്ട.